Hi friends, welcome back to our course. This is Miss Raj here. ഇന്ന് നമ്മൾ യൂണിറ്റ് 9-ലെ ഫൈനൽ ടോപ്പിക് ദാറ്റ് ഇസ് ടോപ്പിക് 6 നെറ്റ്വർക്ക് സെക്യൂരിറ്റി ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഈ ടോപ്പിക്കിൽ വരുന്നതെല്ലാം ക്രിപ്റ്റോഗ്രഫി സംബന്ധമായ സബ് ടോപ്പിക്സ് ആണ്. നമുക്ക് നോക്കാം. ഇവിടെ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്സ് ഇതൊക്കെയാണ്: ക്രിപ്റ്റോഗ്രഫി ബേസിക്സ്, പിന്നെ സീക്രട്ട് കീ അൽഗോരിതംസ് ആൻഡ് പബ്ലിക് കീ അൽഗോരിതംസ്. പ്രീവിയസ് ഇയർ ട്രെൻഡ് നോക്കിയാൽ 2019 ഡിസംബറിൽ തന്നെ നേരത്തെ പറഞ്ഞ ടോപ്പിക്സിൽ നിന്ന് 3 ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. എന്നാൽ 2019 ജൂണിൽ പബ്ലിക് കീ അൽഗോരിതംസ് ബേസ് ചെയ്ത് 2 ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. സോ ഇതായിരിക്കും ഇന്ന് നമ്മൾ ഡീപ്പായിട്ട് നോക്കാൻ പോകുന്നത്. ക്രിപ്റ്റോഗ്രഫി എന്താണെന്ന് നോക്കാം. നമുക്കെല്ലാവർക്കും ക്രിപ്റ്റോഗ്രഫി എന്ന് പറയുമ്പോഴത്തേക്ക് എൻക്രിപ്ഷൻ, ഡീക്രിപ്ഷൻ, എൻകോഡിംഗ്, ഡീകോഡിംഗ് എറ്റ്സെട്ര ഇതൊക്കെയാണ് മനസ്സിൽ വരുന്നത്. ബട്ട് ദിസ് ഈസ് എ നെയിം ദാറ്റ് ഈസ് ഡിറൈവ്ഡ് ഫ്രം ദ ഗ്രീക്ക് വേർഡ് ക്രിപ്റ്റോസ് ആൻഡ് ഇറ്റ് മീൻസ് ഹിഡൻ സീക്രറ്റ്സ്. Now technically speaking, ഇതിനെ എന്തായിട്ട് പറയാം? ഇറ്റ്സ് എ മെത്തേഡ് ഓഫ് സ്റ്റോറിങ് ഓർ ട്രാൻസ്മിറ്റിംഗ് ഡേറ്റ ഇൻ എ പെർട്ടിക്കുലർ ഫോം so that only those for whom it is intended can read and process. അതായത് ഉദ്ദേശിക്കാത്ത ചിലർക്ക് ഈ ഡേറ്റ കയ്യിൽ കിട്ടിയാൽ അവർക്ക് മനസ്സിലാകാൻ പാടില്ലാതെ എന്താണെന്നുള്ളത്. ചിലപ്പോൾ ഒരു വെരി ക്രൂഷ്യൽ മെസ്സേജ് ആയിരിക്കാം പാസ് ചെയ്യുന്നത്. അത് അതേപടി നമ്മൾ പാസ് ചെയ്യുകയാണെങ്കിൽ ഇടയ്ക്ക് നിന്ന് ആർക്ക് വേണമെങ്കിലും ആ ഡേറ്റ റിട്രീവ് ചെയ്ത് അതിൽ ചേഞ്ചസ് വരുത്തിയിട്ട് അതിനെ സെൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു കാര്യത്തെ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ക്രിപ്റ്റോഗ്രഫി എന്ന ടെക്നിക്ക് വരുന്നത്. So it can be said as an art or science of converting a plain intelligible data into an unintelligible data. മനസ്സിലാവാത്ത തരത്തിലേക്ക് അതിനെ കൺവേർട്ട് ചെയ്യുന്നു. എന്നിട്ട് റിസീവറിൽ എത്തിക്കഴിയുമ്പോഴത്തേക്ക് ദിസ് unintelligible data is again retransformed into the original form. ഇനി നമുക്ക് ക്രിപ്റ്റോഗ്രഫിയുടെ ഫീച്ചേഴ്സ് നോക്കാം. So a process in cryptography should give confidentiality, integrity, non-repudiation and authentication. Confidentiality എന്ന് വെച്ചാൽ ആർക്കാണോ ഒരു മെസ്സേജ് സെൻഡ് ചെയ്യുന്നത് അവർക്ക് മാത്രമേ ഈ ഡേറ്റ മനസ്സിലാകാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. മറ്റാർക്കും ഈ ഒരു ഡേറ്റയെ ആക്സസ് ചെയ്യാൻ പറ്റരുത്. അതാണ് കോൺഫിഡൻഷ്യാലിറ്റി. Now what is integrity? നമ്മൾ അയക്കുന്ന ഡേറ്റ എന്താണോ അത് അതേപടി റിസീവറിലേക്ക് എത്തണം. അതായത് ഒരു ചേഞ്ച് പോലും വരാതെ അത് റിസീവറിലേക്ക് എത്തണം. അല്ലെങ്കിൽ ചിലപ്പം നമ്മൾ സ്റ്റോർ ചെയ്യുന്നതാകാം. സ്റ്റോർ ചെയ്തതിന് ശേഷം അത് റിട്രീവ് ചെയ്യുന്ന ആ ഒരു ഗ്യാപ്പിൽ ഒരു ചേഞ്ചും ആ ഡേറ്റയ്ക്ക് വരാൻ പാടില്ല. ദിസ് ഇസ് ഇൻറ്റഗ്രിറ്റി. നൗ നെക്സ്റ്റ് ഇസ് നോൺ റെപ്യൂഡിയേഷൻ. ആദ്യം റെപ്യൂഡിയേഷൻ എന്താണെന്ന് നോക്കാം. റെപ്യൂഡിയേഷൻ മീൻസ് ഡിനയൽ ഓഫ് ദ ട്രൂത്ത്, അല്ലെങ്കിൽ റിജക്ഷൻ ഓഫ് എ പ്രപ്പോസൽ ഓർ ഐഡിയ എന്നൊക്കെ പറയാം. നോൺ റെപ്യൂഡിയേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളൊരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഡിനൈ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇവിടെ ക്രിപ്റ്റോഗ്രഫിയിലെ കേസിൽ വരികയാണെങ്കിൽ നമ്മളൊരു ഡേറ്റ സ്റ്റോർ ചെയ്തു അല്ലെങ്കിൽ അതിനെ സെൻഡ് ചെയ്തു, അങ്ങനെ ഒരു ഇൻഫോർമേഷൻ അത് ചെയ്തിട്ടില്ല എന്ന് നമ്മൾക്ക് ഡിനൈ ചെയ്യാൻ കഴിയില്ല. അതാണ് നോൺ റെപ്യൂഡിയേഷൻ. ആൻഡ് ദെൻ വി ഹാവ് ഓത്തൻറ്റിക്കേഷൻ. ഇവിടെ നമ്മൾ സെൻഡർ ആൻഡ് റിസീവറിൻ്റെ ഐഡൻറ്റിറ്റീസ് കൺഫേം ചെയ്യുന്ന പ്രോസസ്സാണ് ഓത്തൻറ്റിക്കേഷൻ. ഓൾസോ ഇൻ ടേംസ് ഓഫ് സ്റ്റോറേജ്, ഒരു ഡേറ്റ ക്രിയേറ്റ് ചെയ്താൽ, ഫോർ എക്സാമ്പിൾ ഒരു വേർഡ് ഡോക്യുമെൻറ്റ് ക്രിയേറ്റ് ചെയ്താൽ തന്നെ അതിനകത്ത് ഇൻഫോർമേഷൻ അടങ്ങിയിട്ടുണ്ട്. നമ്മുടെ എവിടെ വെച്ചിട്ട് അത് ക്രിയേറ്റ് ചെയ്തു, ഡേറ്റ്, ടൈം. ഓൾസോ ഇഫ് യു വോണ്ട് വി ക്യാൻ ഇൻക്ലൂഡ് ദ ക്രിയേറ്റേഴ്സ് നെയിം ടു. സോ ദാറ്റ് ഈസ് ഓത്തൻറ്റിക്കേഷൻ. Next are some terminologies used in cryptography. ഇതൊന്ന് അറിഞ്ഞിരിക്കാം. Plain text means the original message. അതായത് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിന് മുന്നെയോ സ്റ്റോർ ചെയ്യുന്നതിന് മുന്നെയോ ഉള്ള ഡേറ്റയാണ് പ്ലെയിൻ ടെക്സ്റ്റ് എന്ന് പറയുന്നത്. സോ ഇൻ ഷോർട്ട് anyone can read plain text. അടുത്തത് എൻക്രിപ്ഷൻ. We know what encryption is, right? It's a method by which we can hide the actual meaning of plain text. അതായത് ഒറിജിനൽ മെസ്സേജിനെ നമ്മൾ അൺറീഡബിൾ ഫോമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. ദെൻ വി ഹാവ് സൈഫർ ടെക്സ്റ്റ്.
സൈഫർ ടെക്സ്റ്റ് ഇസ് ദ എൻകോഡഡ് ഡേറ്റ. എൻക്രിപ്ഷൻ കഴിഞ്ഞ് കിട്ടുന്നത് സൈഫർ ടെക്സ്റ്റാണ്. സോ ദാറ്റ് ഈസ് ദ അൺറീഡബിൾ ഡേറ്റ. നെക്സ്റ്റ് ഇസ് ഡീക്രിപ്ഷൻ. അവിടെ ഈ അൺറീഡബിൾ ഡേറ്റയെ കൺവേർട്ട് ചെയ്ത് റീഡബിൾ ഡേറ്റ ആക്കുന്നു. അതായത് സൈഫർ ടെക്സ്റ്റിനെ കൺവേർട്ട് ചെയ്ത് പ്ലെയിൻ ടെക്സ്റ്റിലേക്ക് മാറ്റുന്നു. നെക്സ്റ്റ് ഇസ് ആൻ ഇമ്പോർട്ടൻറ്റ് എലമെൻറ്റ് കീ. ഇറ്റ്സ് എ സീക്രട്ട് പീസ് ഓഫ് ഇൻഫർമേഷൻ വിച്ച് ഇസ് യൂസ് ഫോർ എൻക്രിപ്ഷൻ ആൻഡ് ഡീക്രിപ്ഷൻ. അപ്പോൾ ഈ കീയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആരാണോ എൻക്രിപ്റ്റ് ചെയ്യുന്നത്, ആരാണോ ഡീക്രിപ്റ്റ് ചെയ്യുന്നത്, ഇവരുടെയൊക്കെ കയ്യിൽ മാത്രമേ കീ ഉണ്ടാകുള്ളൂ. ഇടയ്ക്ക് വരുന്നവരുടെ കയ്യിൽ കീ ഉണ്ടെങ്കിലും അത് ശരിയായ കീ ആകണം എന്നില്ല. സോ ഒരു മെസ്സേജ് അൺബ്ലോക്ക് ചെയ്യാനായിട്ട് ആ ലോക്കിന് വേണ്ട കീ ഉണ്ടെങ്കിൽ മാത്രമേ ആ മെസ്സേജ് ഡീകോഡ് ചെയ്ത് എടുക്കാൻ പറ്റത്തുള്ളൂ. സോ ദാറ്റ്സ് ദ ഇമ്പോർട്ടൻസ് ഓഫ് കീ ഹിയർ. നെക്സ്റ്റ് ഒരു ഏരിയയാണ് ക്രിപ്റ്റനാലിസിസ്. ഇറ്റ്സ് ദ സയൻസ് ഓഫ് റിട്രീവിങ് ദ പ്ലെയിൻ ടെക്സ്റ്റ് ഫ്രോം സൈഫർ വിത്തൗട്ട് നോയിങ് ദ കീ. കീ എന്താണെന്നറിയാതെ പ്ലെയിൻ ടെക്സ്റ്റിനെ റിട്രീവ് ചെയ്യുക അല്ലെങ്കിൽ സൈഫർ ടെക്സ്റ്റിനെ കൺവേർട്ട് ചെയ്തെടുക്കുന്നതിനെയാണ് ക്രിപ്റ്റനാലിസിസ് എന്ന് പറയുന്നത്. ദെൻ വി ഹാവ് ക്രിപ്റ്റനാലിസ്റ്റ്സ്. And these are the people who try to do or who practice cryptanalysis. പിന്നെ ക്രിപ്റ്റോ സിസ്റ്റമാണ്. ഇറ്റ്സ് ദ കോമ്പിനേഷൻ ഓഫ് അൽഗോരിതം, കീ ആൻഡ് കീ മാനേജ്മെൻറ്റ് ഫങ്ഷൻസ് യൂസ് ടു പെർഫോം ക്രിപ്റ്റോഗ്രാഫിക് ഓപ്പറേഷൻസ്. ഇനി ക്രിപ്റ്റോഗ്രഫി പറയുമ്പോഴത്തേക്ക് കൂടെ വരുന്ന ഒരു ടേമാണ് സ്റ്റെഗ്നോഗ്രഫി. ബട്ട് ആക്ച്വലി ദിസ് ആർ ഡിഫറെൻറ്റ് ഫീൽഡ്. It's the practice of concealing a file, message, image or video within another file, message, image or video. For example, ഒരു ഇമേജിനകത്ത് നമുക്ക് നേക്കഡ് ഐസ് കൊണ്ട് കാണാൻ പറ്റാത്ത രീതിയിൽ ഒരു മെസ്സേജാണ് എംബഡ് ചെയ്തെടുക്കുക. സോ ദിസ് ഈസ് ആൻ ആക്ട് ഓഫ് സ്റ്റെഗ്നോഗ്രഫി. സോ ആ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ സപ്പോസ് ഒരു ഇമേജിൽ നമുക്കൊരു മെസ്സേജ് ഇൻക്ലൂഡ് ചെയ്യണം. ഹൗ ക്യാൻ വി ഡൂ ദാറ്റ്? ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയുന്നതാണ്. ഒരു ഇമേജിലെ ഒരു പിക്സലിൽ 8 ബിറ്റ്സ് ആയിരിക്കാം. ഇതേപോലെ നമുക്ക് എത്ര പിക്സൽസ് ഉണ്ടോ അതിനെല്ലാം 8 ബിറ്റ്സ് തന്നെയാണ്. സോ ഓരോ പിക്സലിലെയും ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ് എടുത്തിട്ട് അതിനെ നമ്മൾ മെസ്സേജായിട്ട് കൺവേർട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ മെസ്സേജിലെ ഒരു ബിറ്റായിട്ട് കൺവേർട്ട് ചെയ്തെടുക്കുന്നു. ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് സിൻസ് ഇറ്റ്സ് ദ ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ് ഇറ്റ് ഡസ് നോട്ട് ഹാവ് മച്ച് ഓഫ് ആൻ ഇമ്പാക്റ്റ് ഓൺ ദ ഇമേജ് അതേപടി തന്നെ കാണാൻ പറ്റും. ബട്ട് ഇതിനകത്ത് മെസ്സേജ് എംബഡഡ് ആണ്. ആൻഡ് ദെൻ വി ട്രാൻസ്മിറ്റ് ഓർ സ്റ്റോർ ദിസ് മെസ്സേജ് ഓർ ഫയൽ വിച്ച് ഇസ് ആൻ ഇമേജ്. എന്നിട്ട് ഏത് ട്രിക്കിലാണോ നമ്മൾ മെസ്സേജിനെ എംബഡ് ചെയ്തെടുത്തത് ആ ട്രിക്ക് മനസ്സിലാക്കി സെൻഡർ ഇതിനെ റിട്രീവ് ചെയ്തെടുക്കുന്നു. So this is steganography. Next is the types of cryptography. Generally there are 3 types of cryptography. ആദ്യം നമ്മൾക്ക് ഹാഷ് ഫംഗ്ഷൻ എന്താണെന്ന് നോക്കാം. ഈ അൽഗോരിതത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞ കീയുടെ ആവശ്യം വരുന്നില്ല. യൂണിറ്റ് 7 ഡിസ്കസ് ചെയ്തപ്പോഴത്തേക്ക് അവിടെ ഹാഷിംഗ് എന്താണെന്ന് കണ്ടിരുന്നല്ലോ. ഇതിനകത്തും അത്ര ഡീറ്റെയിൽ ആയിട്ട് പോകണം എന്നില്ല, ജസ്റ്റ് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ്. എ ഹാഷ് വാല്യൂ വിത്ത് ഫിക്സ്ഡ് ലെങ്ത് ഈസ് കാൽക്കുലേറ്റഡ് ആസ് പെർ ദ പ്ലെയിൻ ടെക്സ്റ്റ് വിച്ച് മേക്സ് ഇറ്റ് ഇമ്പോസിബിൾ ഫോർ കണ്ടൻറ്റ്സ് ഓഫ് പ്ലെയിൻ ടെക്സ്റ്റ് ടു ബി റിക്കവേർഡ്. അതായത് ഒരു പ്ലെയിൻ ടെക്സ്റ്റിനെ ആ പ്ലെയിൻ ടെക്സ്റ്റിനെ അനുസരിച്ച് നമുക്ക് ആർക്കും തന്നെ മനസ്സിലാകാത്ത രീതിയിലേക്ക് ഇതിനെ കൺവേർട്ട് ചെയ്യും. ഇത് യൂഷ്വലി ചെയ്യുന്നത് ഇറ്റ്സ് ഫോർ എൻക്രിപ്റ്റിംഗ് പാസ്വേഡ്സ്. ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാം. നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു വെബ്സൈറ്റിൽ യൂസർ നെയിം പാസ്വേഡ് ഇങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മൾ പാസ്വേഡ് എൻ്റർ ചെയ്തു. അപ്പോൾ ഒരു പേടി ഉണ്ടാകാം, ഈ എൻ്റർ ചെയ്യുന്ന പാസ്വേഡ് ഈ വെബ്സൈറ്റിൻ്റെ സെർവറിലുള്ള ഡേറ്റാബേസിലാണല്ലോ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. സോ എനിബഡി ക്യാൻ ഹാക്ക് ദാറ്റ്, റൈറ്റ്? ബട്ട് നോർമലി പാസ്വേഡ്സ് സ്റ്റോർ ചെയ്യുന്നത് ഈ ഹാഷ് ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട് കിട്ടുന്ന സൈഫർ ടെക്സ്റ്റ് ആണ് സ്റ്റോർ ചെയ്യുന്നത്. ആൻഡ് ഓൾസോ ഇറ്റ്സ് എ വൺ വേ ഹാഷിംഗ്. അതായത് തിരിച്ച് നമുക്ക് റിക്കവർ ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഹാഷിംഗ് ആണ് അവിടെ നടക്കുന്നത്. സോ ഈവൻ ഇഫ് ദേ ഗെറ്റ് ഹോൾഡ് ഓഫ് ദ പാസ്വേഡ് ദേ വോണ്ട് ബി ഏബിൾ ടു ഡീക്രിപ്റ്റ് ഇറ്റ്. അതായത് വെബ്സൈറ്റിൽ നിന്ന് നമ്മൾ
പാസ്വേഡ് പ്ലെയിൻ ടെക്സ്റ്റ് ആയിട്ട് കൊടുത്താൽ മാത്രമേ സെർവറിൽ ചെന്നിട്ട് അത് കറക്റ്റാണോ അല്ലേന്ന് ചെക്ക് ചെയ്ത് നമുക്ക് ആക്സസ് തരാൻ പറ്റത്തുള്ളൂ. തിരിച്ചത് പറ്റത്തില്ല. നെക്സ്റ്റ് ഇസ് സിമെട്രിക് കീ ക്രിപ്റ്റോഗ്രഫി. നമ്മൾ നേരത്തെ കീ എന്ന കൺസെപ്റ്റ് പറഞ്ഞത് യൂസ് ആകുന്നത് സിമെട്രിക് കീ ക്രിപ്റ്റോഗ്രഫി ആൻഡ് അസിമെട്രിക് കീ ക്രിപ്റ്റോഗ്രഫിയിലാണ്. സോ സിമെട്രിക് കീ എന്നാൽ ദ സെൻഡർ ആൻഡ് റിസീവർ യൂസസ് എ സിംഗിൾ കോമൺ കീ. അപ്പോൾ ഇവിടെ ഒരു കീ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. അത് തന്നെയാണ് സെൻഡറും റിസീവറും യൂസ് ചെയ്യുന്നത്. ദിസ് ഈസ് ഓൾസോ കോൾഡ് ദ പ്രൈവറ്റ് കീ എൻക്രിപ്ഷൻ ഓർ സീക്രട്ട് കീ ക്രിപ്റ്റോഗ്രഫി. അപ്പോൾ ഇവിടെ ചെയ്യുന്നത് എന്നാൽ നമുക്ക് ഇമേജിലേക്ക് നോക്കാം. ഒരു സെൻഡറിന് പ്ലെയിൻ ടെക്സ്റ്റ് സെൻഡ് ചെയ്യണം. എന്താണ് ചെയ്യുന്നത്? ഇവിടെ ഒരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുമ്പോഴത്തേക്ക് ദേ ഷെയർ ദ പ്രൈവറ്റ് കീസ്. അപ്പോൾ ഇപ്പോൾ സെൻഡറിൻ്റെ കയ്യിൽ റെസിപ്പിയൻറ്റിൻ്റെ പ്രൈവറ്റ് കീ കയ്യിലുണ്ട്. ആ കീ യൂസ് ചെയ്ത് പ്ലെയിൻ ടെക്സ്റ്റ് ഡേറ്റയെ എൻകോഡ് ചെയ്യും. അങ്ങനെ ആ സൈഫർ ടെക്സ്റ്റിനെ ട്രാൻസ്മിറ്റ് ചെയ്യും. അറ്റ് ദ റിസീവർ സൈഡ് റിസീവറിൻ്റെ തന്നെ പ്രൈവറ്റ് കീ യൂസ് ചെയ്ത് ഇതിനെ ഡീകോഡ് ചെയ്തെടുക്കും. സോ ദിസ് ഇസ് ദ പ്രോസസ്. Examples of algorithms used in symmetric key cryptography or secret key cryptography are data encryption standard, അതായത് DES algorithm, and AES algorithm, അത് advanced encryption standard ആണ്. Actually, private key encryption is the original type of encryption and also it's the first and continues to be the most common. ഇതിനുള്ള അഡ്വാൻറ്റേജ് എന്നാൽ ഇത് സിമ്പിളാണ്, ഫാസ്റ്റാണ്. ബട്ട് ദ ഡിസഡ്വാൻറ്റേജ് ഇസ് ദാറ്റ് ഇറ്റ് ഈസ് ലെസ് സെക്യൂർഡ്. ആൻഡ് ദ തേർഡ് ടൈപ്പ് ഈസ് അസിമെട്രിക് കീ ക്രിപ്റ്റോഗ്രഫി. ഇവിടെ ചെയ്യുന്നതും അതേ പ്രോസസ്സ് തന്നെയാണ്, പക്ഷേ ദ കീസ് യൂസ്ഡ് ആർ ഡിഫറെൻറ്റ്. ഇവിടെ ഒരു പ്രൈവറ്റ് കീയുമുണ്ട്, പബ്ലിക് കീയുമുണ്ട്. അതുകൊണ്ടാണ് ഇതിനെ പബ്ലിക് കീ ക്രിപ്റ്റോഗ്രഫി എന്നും വിളിക്കുന്നത്. Actually, public key cryptography is a fairly recent creation dating back to 1973. ഫിഗറിലേക്ക് നോക്കാം. അവിടെ ഒരു സെൻഡർ പ്ലെയിൻ ടെക്സ്റ്റ് ഡേറ്റയെ സെൻഡ് ചെയ്യണം. അപ്പോൾ ട്രാൻസ്മിഷന് മുന്നേ ആയിട്ട് റിസീവറിൻ്റെ പബ്ലിക് കീ യൂസ് ചെയ്താണ് എൻകോഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ എൻക്രിപ്റ്റ് ചെയ്യുന്നത്. ആൻഡ് ദ സൈഫർ ടെക്സ്റ്റ് ഇസ് ട്രാൻസ്മിറ്റഡ് ആൻഡ് അറ്റ് ദ റിസീവർ എൻഡ് റെസിപ്പിയൻറ്റിൻ്റെ പ്രൈവറ്റ് കീ യൂസ് ചെയ്തായിരിക്കും ഇത് ഓപ്പൺ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇവിടെ ഇതൊരു ഗേറ്റ് കീപ്പർ പോലെയാണ് വർക്ക് ചെയ്യുന്നത്. ഇവിടെ റെസിപ്പിയൻറ്റിൻ്റെ പബ്ലിക് കീ തന്നെ യൂസ് ചെയ്താണ് എൻക്രിപ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ മെസ്സേജ് ആർക്ക് കിട്ടിയാലും പ്രൈവറ്റ് കീ ഉള്ള ആൾക്ക് മാത്രമല്ലേ ഈ മെസ്സേജ് ഓപ്പൺ ചെയ്യാൻ പറ്റത്തുള്ളൂ. ദസ് ഇറ്റ് പ്രൊവൈഡ്സ് ഓത്തൻറ്റിക്കേഷൻ ഓൾസോ. Now, example of asymmetric key cryptography is RSA algorithm. The advantages are that it's more secured. Also, നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ഓത്തൻറ്റിക്കേഷൻ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഡിസഡ്വാൻറ്റേജ് എന്നാൽ ഇറ്റ്സ് കോംപ്ലെക്സ്, മച്ച് മോർ കോംപ്ലെക്സ് ദാൻ സിമെട്രിക് കീ ക്രിപ്റ്റോഗ്രഫി. So, these are the secret key algorithms, DES algorithm and AES algorithm. DES means Data Encryption Standard. AES means Advanced Encryption Standard. ഇത് രണ്ടും ബ്ലോക്ക് സൈഫർ ടെക്നിക്സ് ആണ്. ബ്ലോക്ക് സൈഫർ ടെക്നിക് എന്നാൽ ഒരു സമയത്ത് ഒരു ബ്ലോക്ക് ഓഫ് ടെക്സ്റ്റ് ആയിരിക്കും എൻക്രിപ്റ്റ് ചെയ്യുന്നത്. ഡിക്രിപ്ഷനോ അതേപോലെ തന്നെ ഒരു സമയത്ത് വൺ ബ്ലോക്ക് ഓഫ് എൻക്രിപ്റ്റഡ് ടെക്സ്റ്റ് വിൽ ബി ഡിക്രിപ്റ്റഡ് അറ്റ് എ ടൈം. നോർമലി ഒരു ബ്ലോക്ക് വരുന്നത് 64 ബിറ്റ്സോ 128 ബിറ്റ്സ് ആയിരിക്കും. നമുക്കിത് രണ്ടും കമ്പാരിസൺ പോലെ ഡിസ്കസ് ചെയ്ത് പോകാം. നേരത്തെ പറഞ്ഞ പോലെ DES ഇസ് എ ബ്ലോക്ക് സൈഫർ. ഇത് എൻക്രിപ്റ്റ് ചെയ്യുന്നത് ബൈ യൂസിങ് ഡേറ്റ ഇൻ ബ്ലോക്സ് ഓഫ് സൈസ് ഓഫ് 64 ബിറ്റ് ഈച്ച്. അപ്പോൾ ഇവിടെ പറ്റുന്നത് 64 ബിറ്റ്സ് ഓഫ് പ്ലെയിൻ ടെക്സ്റ്റ് ഗോസ് ആസ് ഇൻപുട്ട് ടു DES ആൻഡ് ഇറ്റ് പ്രൊഡ്യൂസസ് 64 ബിറ്റ്സ് ഓഫ് സൈഫർ ടെക്സ്റ്റ്. ഈ സെയിം അൽഗരിതം തന്നെയാണ്, അതായത് DES അൽഗരിതം എങ്ങനെയാണോ അത് തന്നെയാണ് എൻക്രിപ്ഷനും ഡിക്രിപ്ഷനും യൂസ് ചെയ്യുന്നത്. ഓൾസോ ഇൻ DES
കീ ലെങ്ത് ഇസ് 56 ബിറ്റ്സ്. അപ്പോൾ ഇവിടെ ഒരു കോമ്പിനേഷൻ ഓഫ് 256 കീസ് നമുക്ക് എൻക്രിപ്ഷനായിട്ട് മാത്രം കിട്ടും. എന്നാൽ AESഉം ബ്ലോക്ക് സൈഫർ തന്നെയാണ്. അവിടെ ബ്ലോക്ക് സൈസ് ഓഫ് 128 ബിറ്റ്സ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇറ്റ്സ് ഓൾമോസ്റ്റ് ദ ഡബിൾ ഓഫ് DES അൽഗോരിതം. ഇത് നേരത്തെ പറഞ്ഞു DES അൽഗോരിതത്തിൽ കീ ലെങ്ത് ഇസ് 56 ബിറ്റ്സ്. എന്നാൽ AES അൽഗോരിതത്തിൽ ഇറ്റ് ക്യാൻ ബി ഓഫ് 128 ബിറ്റ്സ്, 192 ബിറ്റ്സ് ആൻഡ് 256 ബിറ്റ്സ് ഓൾസോ. അപ്പോൾ DES അൽഗോരിതത്തിനേക്കാൾ കൂടുതൽ കോമ്പിനേഷൻസ് നമുക്ക് AES അൽഗോരിതത്തിൽ കിട്ടും. അതായത് കീസിൻ്റെ കോമ്പിനേഷൻസ് കിട്ടും. 128 ബിറ്റ് കീസാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ വി ക്യാൻ ഹാവ് എ കോമ്പിനേഷൻ ഓഫ് 2⁻128 കോമ്പിനേഷൻസ്. അതേപോലെ 2⁻192 ആൻഡ് 2⁻256 കോമ്പിനേഷൻസ് എൻക്രിപ്ഷന് മാത്രമായിട്ട് കിട്ടും. നൗ DESൽ 16 റൗണ്ട്സ് ഓഫ് ഐഡൻറ്റിക്കൽ ഓപ്പറേഷൻസ്, അതായത് ഒരേ അൽഗോരിതത്തിനെ തന്നെ 16 പ്രാവശ്യം നമ്മൾ പ്രോസസ്സ് ചെയ്യുമ്പോഴാണ് ഡീക്രിപ്റ്റഡ് ഡേറ്റ കിട്ടുന്നത്. എന്നാൽ AES അൽഗോരിതത്തിൽ ദ നമ്പർ ഓഫ് റൗണ്ട്സ് ഡിപ്പെൻഡ്സ് ഓൺ ദ കീ ലെങ്ത്. ഇപ്പോൾ 128 ബിറ്റ് കീ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ 10 റൗണ്ട്സ്, 192 ബിറ്റ്സ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ 12 റൗണ്ട്സ് ആൻഡ് 256 ബിറ്റ്സ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ 14 റൗണ്ട്സ്. അതായത് 10, 12 ഓർ 14 റൗണ്ട്സ് റെസ്പെക്റ്റീവ്ലി. ഇനി DES അൽഗോരിതത്തിൽ ഒരു റൗണ്ടിൽ വരുന്ന ഓപ്പറേഷൻസ് ഇങ്ങനെയാണ്: എക്സ്പാൻഷൻ, XOR ഓപ്പറേഷൻ വിത്ത് ദ റൗണ്ട് കീ, അതായത് നമ്മൾ യൂസ് ചെയ്യുന്ന കീ, പിന്നെ സബ്സ്റ്റിറ്റ്യൂഷൻ ആൻഡ് പെർമ്യൂട്ടേഷൻ. എന്നാൽ ഇൻ AES അൽഗോരിതം ഓപ്പറേഷൻസ് ഇൻ 1 റൗണ്ട് ആർ ബൈറ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ, ഷിഫ്റ്റ് റോ, മിക്സ് കോളം ആൻഡ് കീ അഡീഷൻ. നമുക്ക് ഇൻ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നതിൻ്റെ ആവശ്യമില്ല, ബിക്കോസ് ദീസ് ആർ റിയലി ഹ്യൂജ് ടോപ്പിക്സ്. മാത്രമല്ല ഇതിൽ നിന്ന് ജസ്റ്റ് ജനറൽ ടൈപ്പ് ക്വസ്റ്റ്യൻസേ ചോദിച്ച് വന്നിട്ടുള്ളൂ. ഇനി DES അൽഗോരിതം യൂസസ് എ ഫെസ്റ്റൽ നെറ്റ്വർക്ക് എന്ന് വെച്ചാൽ ഇറ്റ് ഡിവൈഡ്സ് ദ ബ്ലോക്ക് ഇൻറ്റു 2 ഹാഫ്സ് ബിഫോർ ഗോയിങ് ത്രൂ ദ എൻക്രിപ്ഷൻ സ്റ്റെപ്സ്. എൻക്രിപ്ഷൻ സ്റ്റെപ്സ് എന്നാൽ ആ 16 റൗണ്ട്സ് ആണ്. വൈൽ AES യൂസസ് പെർമ്യൂട്ടേഷൻ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ്. ഇവിടെ നോട്ട് ചെയ്യണം, പെർമ്യൂട്ടേഷൻ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് എന്ന് ഇവിടെ പറഞ്ഞെങ്കിലും പെർമ്യൂട്ടേഷൻസ്, സബ്സ്റ്റിറ്റ്യൂഷൻസ് ഇതെല്ലാം യൂസ് ചെയ്യുന്നത് DES അൽഗോരിതത്തിലാണ് റൗണ്ട് ഓപ്പറേഷൻസ് വരുന്നത്. അവിടെ ഫിക്സ് നമ്പർ ഓഫ് ടൈംസ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ കീസ് യൂസ്ഡ്, ദ ലെങ്ത് ഓഫ് ദ പ്ലെയിൻ ടെക്സ്റ്റ് എറ്റ്സെട്ര. നൗ this permutation substitution method involves a series of substitutions and permutation steps to create the encrypted block. ഇനി known attacks നോക്കാം. For DES algorithm, some attacks like brute force attack എന്നാൽ നമ്മൾ എല്ലാ കോമ്പിനേഷൻസും ട്രൈ ചെയ്ത് ഡിക്രിപ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയാണ് brute force attack. അതേപോലെ ലീനിയർ ക്രിപ്റ്റനാലിസിസ് ആൻഡ് ഡിഫറൻഷ്യൽ ക്രിപ്റ്റനാലിസിസ്, all these can be used to break through the DES model. എന്നാൽ for AES algorithm, no known cryptanalytical attacks have come up yet. അതായത് ഇതുവരയ്ക്കും AES എൻക്രിപ്ഷനെ ബ്രേക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള അറ്റാക്സ് വന്നിട്ടില്ല. എന്നാലും തിയററ്റിക്കലി ഒരുപാട് പ്രൊപ്പോസൽസ് ഉണ്ട്, ബട്ട് പ്രാക്ടിക്കലി ഒന്നും തന്നെ വന്നിട്ടില്ല എന്ന് പറയാം. സോ ഇതാണ് സീക്രട്ട് കീ അൽഗോരിതംസിൻ്റെ ഒരു ബേസിക്. ഇനി നമ്മൾ നോക്കുന്നത് പബ്ലിക് കീ അൽഗോരിതംസ് ആണ്. ഇതിനിടയിൽ വരുന്ന RSA അൽഗോരിതമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഫസ്റ്റ് അതിൻ്റെ ഒരു ഷോർട്ട് ബ്രീഫ്. ഇറ്റ്സ് ആൻ അസിമെട്രിക് ക്രിപ്റ്റോഗ്രഫി അൽഗോരിതം. ഇത് യൂസ് ചെയ്യുന്നത് 2 കീസാണ്. ഒന്ന് പബ്ലിക് കീ ആൻഡ് പ്രൈവറ്റ് കീ, അതായത് 2 ഡിഫറെൻറ്റ് മാത്തമാറ്റിക്കലി ലിങ്ക്ഡ് കീസാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഇനി ഇവരുടെ പേര് പോലെ തന്നെ പബ്ലിക് കീ ഇസ് ഷെയർഡ് പബ്ലിക്ലി, എന്നാൽ പ്രൈവറ്റ് കീ ഇസ് സീക്രറ്റ്. അത് ആരുമായിട്ട് ഷെയർ ചെയ്യാൻ പാടില്ലാത്ത കീ ആണ്. ബട്ട് നേരത്തെ നമ്മൾ പറഞ്ഞ സിമെട്രിക് കീ അൽഗോരിതത്തിൽ പ്രൈവറ്റ് കീ ആണ് നമ്മൾ ഷെയർ ചെയ്ത് കൊടുക്കുന്നത് ടു ദ സെൻഡർ, റൈറ്റ്? ഓക്കെ. നൗ ഇൻ RSA അൽഗോരിതം RSA എന്ന 3 അക്ഷരങ്ങൾ വന്നിരിക്കുന്നത്, നമ്മളൊക്കെ അത് എക്സ്പാൻഡ് ചെയ്യണമെങ്കിൽ
ഇതിൻ്റെ ഇൻവെൻറ്റേഴ്സായ 3 പേരുടെ പേരിൽ നിന്നാണ് അത് വന്നിരിക്കുന്നത്. ദ സെക്കൻഡ് നെയിംസ് ഓഫ് ദെയർ നെയിംസ്, ഇത് റോൺ റിവെസ്റ്റിലെ ആർ, ആദിഷ് ആമിറിലെ എസ് ആൻഡ് ലിയനാർഡ് അഡൽമാൻ്റെ എ. ഇത് 3 ചേർത്തിട്ടാണ് RSA എന്ന പേര് കോയിൻ ചെയ്തിരിക്കുന്നത്. ആൻഡ് ഇറ്റ് വാസ് ഇൻവെൻറ്റഡ് ഇൻ 1978. ഇനി ഈ അൽഗരിതത്തിലെ ഫസ്റ്റ് സ്റ്റെപ്പാണ് ജനറേറ്റിംഗ് ദ കീസ്. ഇവിടെ ചെയ്യേണ്ടത് നമ്മൾ ആദ്യം തന്നെ 2 ലാർജ് പ്രൈം നമ്പേഴ്സ് സെലക്ട് ചെയ്യും, P ആൻഡ് Q. ആൻഡ് ഓൾസോ ദേ ഷുഡ് ബി ഡിസ്റ്റൻറ്റ്. ഇൻ ഷോർട്ട് ഡിസ്റ്റിങ്ക്റ്റ് ആൻഡ് ലാർജ് ആയിരിക്കണം. അപ്പോൾ എന്ത് പറ്റും? ഇറ്റ് വുഡ് ബി വെരി ഡിഫിക്കൾട്ട് ഫോർ സംവൺ ടു ഫിഗർ ഔട്ട്. ഇനി ചെയ്യേണ്ടത് വി ഹാവ് ടു കാൽക്കുലേറ്റ് n is equal to P into Q. So we got a number n. Next step is calculating the Euler's totient function. അതിനെ Euler's totient function എന്നും പറയാം. EULER TOTIENT, Euler's totient function. So this Euler's totient function states that phi of n is equal to x minus 1 into y minus 1, where n can be represented as the product of 2 prime numbers x and y. ഇവിടെ നമ്മൾ ആദ്യമേ എടുത്തത് P ആൻഡ് Q പ്രൈം നമ്പേഴ്സ് ആയിട്ടായിരുന്നു. ദാറ്റ്സ് വൈ ഈ ഇക്വേഷൻ ഇവിടെ അപ്ലൈ ചെയ്യാം. നൗ Euler's totient function എന്താണെന്ന് അറിയണ്ടേ? ഇറ്റ്സ് എ ഫംഗ്ഷൻ ദാറ്റ് കൗണ്ട്സ് ദ പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് up to the number n that are relatively prime to n. അതായത് n എന്ന നമ്പർ ഇപ്പോൾ 5 ആണെങ്കിൽ 1 മുതൽ 5 വരെയുള്ള എല്ലാ ഇൻറ്റിജേഴ്സും എടുത്തിട്ട് റിലേറ്റീവ്ലി പ്രൈമായിട്ട് വരുന്ന നമ്പേഴ്സ് മാത്രം എടുക്കുന്നു. ലെറ്റ്സ് ലുക്ക് അറ്റ് an എക്സാമ്പിൾ. നമ്മൾ ദ നമ്പർ 8 എടുക്കുകയാണ്. അപ്പോൾ ആദ്യം തൊട്ടുള്ള നമ്പേഴ്സ് 1ഉം 8ഉം തമ്മിൽ ഡിഫറൻസ് 7 ആണ്. 7 is a prime number. So that is one number that can be selected. അടുത്ത 2 എടുക്കും. 8 minus 2 equal to 6. It's not a prime number. 3 എടുക്കുമ്പോൾ 8 minus 3 equal to 5. It's a prime number. So again 3 is selected. 4 എടുക്കുമ്പോഴത്തേക്ക് ഡിഫറൻസ് is 8 minus 4 equal to 4. So that cannot be selected. Then 5 വരുമ്പോഴത്തേക്ക് 8 minus 5 equal to 3. It's a prime number. So 5 is selected. 6 എടുക്കുമ്പം 8 minus 6 is 2, not selected. Next 7 എടുക്കുന്നു. 8 minus 7 equal to 1. It's a prime number, so selected. അപ്പോൾ എത്ര നമ്പേഴ്സായി? 1, 3, 5 and 7. Therefore, Euler's totient function of 8 will give the value 4. ഇവിടെ നമ്പർ ഓഫ് റിലേറ്റീവ്ലി പ്രൈം നമ്പേഴ്സാണ് ഇവിടെ കൗണ്ട് ചെയ്യുന്നത്. സോ ഇതിൻ്റെ ഒരു ഓൾട്ടർനേറ്റീവ് കാൽക്കുലേഷനാണ് phi of n is equal to P minus 1 into Q minus 1. Okay, anyways, let's continue with the algorithm. Next step is to select an integer e such that e is co-prime to phi of n and 1 less than e less than phi of n. ഇങ്ങനെ ഒരു പബ്ലിക് എക്സ്പോണൻറ്റ് e ചൂസ് ചെയ്യണം. അപ്പോൾ ഇതിനെ ചുരുക്കി എഴുതുകയാണെങ്കിൽ ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ ഓഫ് ഇ കോമ phi of n ഷുഡ് ബി ഈക്വൽ ടു 1. അപ്പോൾ പബ്ലിക് കീ എന്ന് പറയുന്നത് ദ നമ്പർ n കോമ ദ പബ്ലിക് എക്സ്പോണൻറ്റ് ഇ. ഇതാണ് ദ പബ്ലിക് കീ. ഇനി അടുത്ത സ്റ്റെപ്പിൽ പ്രൈവറ്റ് എക്സ്പോണൻറ്റ് കമ്പ്യൂട്ട് ചെയ്യണം d സച്ച് ദാറ്റ് e ഇൻറ്റു ഡി, ഇ നമ്മൾ കണ്ടുപിടിച്ചല്ലോ, e ഇൻറ്റു ഡി ഇസ് ഈക്വൽ ടു 1 മോഡ് ഓഫ് phi of n. സോ ഇതൊക്കെ ഒരു പ്രോബ്ലത്തിൽ കൂടി മാത്രം മനസ്സിലാകുന്ന കാര്യങ്ങളാണ്. ഈ ഡീനെ കണ്ടുപിടിക്കുന്ന പ്രോസസ്സിനെ എക്സ്റ്റെൻഡഡ് യൂക്ലിഡിയൻ ആൽഗരിതം എന്നും പറയാം. അങ്ങനെ കുറച്ച് കാൽക്കുലേഷൻസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്നത് ഇ ഡി ഇസ് ഈക്വൽ ടു 1 പ്ലസ് കെ phi of n എന്നാണ്. ഒന്നും കൂടി ചുരുക്കി പറയാം. നമ്മളൊരു RSA അൽഗരിതത്തിൻ്റെ പ്രൂഫ് എടുത്ത് നോക്കുകയാണെങ്കിൽ അതിനകത്തെല്ലാം പ്രൂവ് ചെയ്ത് കാണിക്കുന്നത് ഫോർ എനി ഇൻറ്റിജർ എക്സ് റേസ് ടു 1 പ്ലസ് കെ phi of n
ഇസ് ഈക്വലൻ ടു എക്സ് മോഡ് എൻ എന്നാണ്. അതാണ് ഇവിടെ ഇ ഡി ഇസ് ഈക്വലൻ ടു 1 പ്ലസ് കെ ഫൈ ഓഫ് എൻ എന്ന് ആക്കി എഴുതിയത്, അല്ലെങ്കിൽ ആക്കി എഴുതാൻ പറ്റുന്നത്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് ചെയ്യുന്നത് ഡി എന്ന പ്രൈവറ്റ് എക്സ്പൊണൻറ്റ്, ദ പ്രൈം നമ്പേഴ്സ് പി ക്യൂ ആൻഡ് ഫൈ ഓഫ് എൻ ആർ കെപ്റ്റ് സീക്രട്ട്. എന്നാൽ ദ പബ്ലിക് കീ ബ്രാക്കറ്റ്സിൽ എൻ കോമ ഇ മാത്രമാണ് നമ്മൾ ഷെയർ ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് ഇസ് എൻക്രിപ്ഷൻ. ഇപ്പോൾ RSA എൻക്രിപ്ഷൻ സ്കീമിൽ എൻക്രിപ്ഷൻ റൂളുണ്ട്, ഡിക്രിപ്ഷൻ റൂളുണ്ട്. എൻക്രിപ്ഷൻ റൂളിൽ നമുക്ക് സൈഫർ ടെക്സ്റ്റ് ക്രിയേറ്റ് ചെയ്യണം. A message is given which is M. അപ്പോൾ C is equal to RSA public of M. ഇവിടെ ചെയ്യുന്നത് നമ്മൾ റിസീവറിൻ്റെ പബ്ലിക് കീ യൂസ് ചെയ്ത് ഒരു മെസ്സേജിനെ എൻക്രിപ്റ്റ് ചെയ്യുവാണ്. The encryption is as follows: M raised to E mod N. N നമ്മൾ കണ്ടു എന്താണെന്ന്. N is equal to P into Q. E എന്തായിരുന്നു? E is the public exponent E. So, M raised to E mod N gives the ciphertext C. Now at the receiver's end, decryption ചെയ്യുന്നത് എങ്ങനെയാണ്? M is equal to C raised to D mod N. അതായത് റിസീവർ എൻഡിൽ കിട്ടിയ സൈഫർ ടെക്സ്റ്റ് ആണ്. ആ സൈഫർ ടെക്സ്റ്റിനെ നമ്മൾ പ്രൈവറ്റ് എക്സ്പൊണൻറ്റ് ഡി യൂസ് ചെയ്ത് ഡീക്രിപ്റ്റ് ചെയ്യും. ദാറ്റ് ഈസ് C raised to D mod N. ഇൻവേഴ്സ് ട്രാൻസ്ഫോർമേഷൻ എന്നാൽ നമ്മൾ മെസ്സേജ് കിട്ടി അതിനെ ഒന്ന് എൻക്രിപ്റ്റ് ചെയ്യുന്നു, പിന്നെ വീണ്ടും ഡീക്രിപ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് കിട്ടുന്നത് അതേ മെസ്സേജ് ആയിരിക്കണമല്ലോ. അത് ജസ്റ്റ് കൗണ്ടർ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇൻവേഴ്സ് ട്രാൻസ്ഫോർമേഷൻ. ഇറ്റ്സ് ജസ്റ്റ് എ ടേം. ഇനി ഒരു കാര്യം കൂടി ഇതിൽ പറയാനുള്ളത് RSA സിഗ്നേച്ചർ സ്കീമാണ്. അതായത് RSA ക്യാൻ ബി യൂസ് ഫോർ ഓത്തൻറ്റിക്കേഷൻ. നേരത്തെ പറഞ്ഞായിരുന്നല്ലോ, അസിമെട്രിക് കീ ക്രിപ്റ്റോഗ്രഫീസിൻ്റെ കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് ദോസ് അൽഗോരിതംസ് ക്യാൻ ഓൾസോ ബി യൂസ് ഫോർ ഓത്തൻറ്റിക്കേഷൻ ആസ് വെൽ ആസ് ഫോർ കീ ജനറേഷൻ. കീ ജനറേഷൻ എങ്ങനെയാണെന്ന് കണ്ടു. ഇനി ഓത്തൻറ്റിക്കേഷന് യൂസ് ചെയ്യുന്നത് ഡിജിറ്റൽ സിഗ്നേച്ചേഴ്സ് യൂസ് ചെയ്താണ്. അതിനകത്ത് സൈൻ ചെയ്യാൻ യൂസ് ചെയ്യുന്നത് സിഗ്നേച്ചർ എസ്. സോ ദ സിഗ്നേച്ചർ എസ് ഇസ് ഈക്വൽ ടു ദ മെസ്സേജ് M raised to D mod N. ഇവിടെ എൻക്രിപ്റ്റ് ചെയ്യാൻ വേണ്ടി M raised to E mod N ആയിരുന്നു. എന്നാൽ സൈൻ ചെയ്യാൻ യൂസ് ചെയ്യുന്നത് M raised to D mod N ആണ്. ഇത് റിസീവർ എൻഡിൽ വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് യൂസ് ചെയ്യുന്നത്? V is equal to, that is the check V is equal to S raised to E mod N. ഇവിടെ ജസ്റ്റ് പബ്ലിക് ആൻഡ് പ്രൈവറ്റ് എക്സ്പൊണൻസ് ഇൻ്റർചേഞ്ച് ചെയ്യുന്നേ ഉള്ളൂ. സോ ഇത്രയാണ് RSA അൽഗോരിതം. നമുക്ക് അടുത്തതൊരു കുഞ്ഞു പ്രോബ്ലം ആണ്, അതും കൂടി നോക്കിയിട്ട് ഈ ചാപ്റ്ററും യൂണിറ്റും വൈൻഡപ്പ് ചെയ്യാം. Let's look at this problem. In an RSA crypto system, a participant A uses two prime numbers P is equal to 13 and Q is equal to 17 to generate her public and private keys. Public key തന്നിട്ടുണ്ട് A is equal to 35 എന്ന്. പ്രൈവറ്റ് കീ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മുടെ കയ്യിൽ P ഉണ്ട്, Q ഉണ്ട്. നമുക്ക് N ജനറേറ്റ് ചെയ്യാമല്ലോ. N is P into Q, that is 13 into 17, that is equal to 221. പബ്ലിക് കീ തന്നിട്ടുണ്ട്, that is equal to 35. ഇനി ടോഷ്യൻ്റ് ഫംഗ്ഷൻ കാൽക്കുലേറ്റ് ചെയ്യാം. ടോഷ്യൻ്റ് ഫംഗ്ഷൻ phi of n is equal to P minus 1 into Q minus 1, which will be equal to 12 into 16, that's equal to 192. അപ്പോൾ പബ്ലിക് കീ നമുക്ക് കിട്ടിയല്ലോ. E, N 35, 221 ആണ്. ഇനി പ്രൈവറ്റ് കീ കാണാനായിട്ട് നമുക്ക് D കണ്ടുപിടിക്കണം. നേരത്തെ നമ്മൾ നോക്കിയായിരുന്നു ED is equal to 1 plus K phi of n എന്ന്. അപ്പോൾ ഇവിടെ നമുക്ക് phi of n വാല്യൂ ഉണ്ട്, Eയുടെ വാല്യൂ ഉണ്ട്. സോ D is equal to 1 plus K into 192 divided by 35. ഇവിടെ നമുക്ക് Dയുടെ വാല്യൂ കിട്ടണമെങ്കിൽ Kയുടെ വാല്യൂ അറിയണം അല്ലേ. Now to find the value of K, it's the trial and error method.
ഇവിടെ കെയുടെ വാല്യൂ എങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ കെക്ക് ഏത് വാല്യൂ കൊടുത്താലാണോ ഡി ഒരു ഇൻറ്റിജറായിട്ട് കിട്ടുന്നതെന്ന് നോക്കും. ഡിയുടെ ഇക്വേഷനിൽ നമുക്ക് കാണാം 1 + k φ(n) ഡിവൈഡഡ് ബൈ ഇ. ആ ഡിവൈഡഡ് ബൈ എന്ന പോർഷൻ ഉള്ളതുകൊണ്ട് ഡിയുടെ വാല്യൂ ഫ്രാക്ഷണൽ ആവാൻ ചാൻസ് ഉണ്ട്. ഫ്രാക്ഷൻ സോൾവ് ചെയ്താൽ തന്നെ അത് ഡെസിമൽ വാല്യൂ ആവാനും ചാൻസ് ഉണ്ട്. അങ്ങനെയല്ല, ഒരു പ്രോപ്പർ ഇൻറ്റിജർ വാല്യൂ ആയിട്ട് കിട്ടുന്ന കെയുടെ വാല്യൂ എന്ത് കൊടുക്കുമ്പോഴാണോ ആ കെയുടെ വാല്യൂ ആണ് സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ k = 1 വെച്ച് നോക്കാം. k = 1 വരുമ്പോഴത്തേക്ക് 1 + 192 ഡിവൈഡ് ബൈ 35, അതായത് 193 ഡിവൈഡ് ബൈ 35 എങ്ങനെ വന്നാലും ഒരു ഡെസിമൽ പോയിൻറ്റ് വാല്യൂ കിട്ടത്തുള്ളൂ. നെക്സ്റ്റ് 2 കൊടുക്കുമ്പോഴത്തേക്ക് 1 + 2 × 192 + 35 ഡിവൈഡ് ബൈ 35. അപ്പോൾ കിട്ടുന്നത് 1 + 384 ഡിവൈഡ് ബൈ 35 അല്ലെങ്കിൽ 385 ഡിവൈഡഡ് ബൈ 35. കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് d = 11 എന്ന് കിട്ടും. അപ്പോൾ k = 2 സെലക്ട് ചെയ്യാം. Now the private key of participant A would be brackets d, n. D was selected as 11. D was calculated as 11 and n is 221. So that's the final answer. So with this we are closing this chapter and unit. ഈ ടോപ്പിക്കിൽ നിന്ന് ഓയിലേഴ്സ് ടോർഷൻ ഫംഗ്ഷൻ ബേസ് ചെയ്ത് 2 questions previously വന്നിട്ടുണ്ട്. സോ ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്. നിങ്ങൾ പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്ത് നോക്കുക. ആൻഡ് ജനറലി തിയറി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ് ഈ യൂണിറ്റിൽ നിന്ന് വരുന്നത്. എനിവേസ് സോൾവ്ഡ് ക്വസ്റ്റ്യൻസ് ഇതോടൊപ്പം ഇടുന്നുണ്ട്. You can practice with them as well as the mock questions. Thank you for your time. Stay home, stay safe, and happy learning.